അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കള്, അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികള്, ഈ വീഡിയോ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൺലൈനായിട്ട് എങ്ങനെ ഒരു ക്ലാസ് തുടങ്ങാമെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം വന്നത്. എൻ്റെ പേര് അനീസ് മുഹമ്മദ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഖുർആൻ പാരായണം മെച്ചപ്പെടുത്താൻ താല്പര്യം കാണിച്ചതിനും സ്പെഷ്യലായിട്ട് അവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായതിലും ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. ഏത് മാതാപിതാവിനും തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ചെറുപ്പത്തിൽ തന്നെ ശരിയായി ഖുർആൻ വായിക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ കുട്ടികളെ ജനറലായിട്ടുള്ള ക്ലാസ്സുകൾ പങ്കെടുക്കുന്നത് കൊണ്ടും മറ്റുള്ള കുട്ടികളോട് ഒപ്പം ഇവർക്ക് കാര്യങ്ങൾ ഗ്രാബ് ചെയ്യാൻ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടും ഇതുപോലത്തെ ഓൺലൈൻ ക്ലാസ്സുകളെ ആശ്രയിക്കേണ്ടി വരികയാണ്. മെയിൻലി ചെറിയ കുട്ടികൾക്ക്, 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ് ഉള്ള കുട്ടികൾക്ക്, ഒരു 7 വയസ്സ് വരെയുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓൺലൈൻ ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ മെയിൻ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഏത് ആയത്തെടുത്താലും വളരെ വ്യക്തമായിട്ട് ഒരു ഭയവും ഇല്ലാതെ നല്ല ഉച്ചാരണ ശുദ്ധിയോട് കൂടിയിട്ട് ഓതാൻ കഴിയുന്ന മക്കളെ വാർത്തെടുക്കുക എന്ന ഉന്നതമായ ലക്ഷ്യത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിക്കാനുള്ള കാരണം. കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് കുട്ടികളിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കുട്ടികളും മദ്രസയിൽ പഠിക്കുന്നുണ്ട്, സ്കൂളുകളിലുള്ള മദ്രസകളും പഠിക്കുന്നുണ്ട്. ബട്ട് അവർക്ക് മഹ്റജ്, ശരിയായ ഉച്ചാരണം എന്താണെന്ന് അറിയില്ല. പല കുട്ടികൾക്കും അക്ഷരങ്ങൾ പലതും സ്കിപ്പ് ചെയ്തിട്ടാണ് അധികം കുട്ടികളും ഓതിക്കൊണ്ടിരിക്കുന്നത്. തജ്വീദിന്റെ നിയമങ്ങൾ പല കുട്ടികളും പാലിക്കുന്നില്ല. ഒരേപോലെയുള്ള അക്ഷരങ്ങൾ വരുന്ന സമയത്ത് മാറി മാറിയിട്ടാണ് ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ ജോലി സംബന്ധമായോ വീട്ടിലെ തിരക്കുകൾ കാരണോ, ഇനി ജനറലായിട്ട് ഉസ്താദുമാർ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് ശ്രദ്ധിക്കാൻ ഇങ്ങനെയുള്ള കുട്ടികളെ പറ്റുന്നില്ല എന്നതാണ് ഖേദകരമായ കാര്യം. ഇത് ആരെയും കുറ്റപ്പെടുത്തല്ല, മറിച്ച് ആ കുട്ടികൾക്ക് ആഗ്രഹമുണ്ടെന്ന് വെച്ചാൽ ആഗ്രഹമുണ്ട്. ഞാനൊരു കുട്ടീനോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയാണ് എനിക്ക് ഉസ്താദാവണം. പക്ഷെ ആ കുട്ടിക്ക് ഓതാൻ പോലും അറിയില്ല. ആ കുട്ടിയുടെ ആഗ്രഹം നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കേണ്ടത് എങ്ങനെ? ആ കുറവിനെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനാക്കിയിട്ട് അവൻ്റെ ആഗ്രഹത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടി. അതിന് എന്താണ് സഹായകമാകുന്നത് എന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അവർക്ക് രക്ഷിതാക്കളെന്ന നിലക്കും കുടുംബക്കാരെന്ന നിലക്കും നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, അവർക്ക് പൂർണ്ണമായിട്ട് ആത്മവിശ്വാസം നൽകുക. ശരിയായ മാർഗനിർദ്ദേശം കിട്ടിയ, പ്രചോദനം ലഭിച്ചാൽ ഈ പ്രായത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ ശരിയാക്കാവുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ സ്ഫുടതയോടെ ഓതാൻ കഴിയുക എന്നുള്ളത്. എനിക്ക് പൂർണ്ണമായ കോൺഫിഡൻ്റ് ഉണ്ട്. നിങ്ങൾ സപ്പോർട്ട് കൊടുത്താൽ മതി. ഇവിടെയാണ് ഞാൻ എൻ്റെ യുണീക്കായിട്ടുള്ള ഒരു മെക്കാനിസം നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ റീഡിംഗ് അക്യുറസി പ്രോഗ്രാം എന്നാണ് നിലവിൽ നമ്മൾ മിഷനായിട്ട് വെച്ചിട്ടുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 7 വയസ്സ് വരെയുള്ള കുട്ടികളെ അവരുടെ വായനയുടെ കൃത്യതയും തജ്വീദ് നിയമങ്ങൾ ശരിയാക്കി പാലിച്ച് മെച്ചപ്പെടുത്താൻ എൻ്റെ ഡെയിലി റീഡിംഗ് കറക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് വളരെ ലളിതമായി സുഖകരമായിട്ട് വായിക്കാൻ അവരെ സഹായിക്കും. ഇതിലൂടെ അവർ സമാനമായ അക്ഷരങ്ങളിൽ ഒരു നിലക്കും കുഴയാതെ, അക്ഷരങ്ങൾ മുറിയാതെ ഖുർആൻ സ്മൂത്തായിട്ട് വായിക്കാൻ കഴിയും. ഞാനിവിടെ ഉപയോഗിക്കുന്ന പ്രത്യേക സ്റ്റെപ്പ് രീതി എന്ന് പറയുന്നത് 3 സ്റ്റെപ്പ് തജ്വീദ് ക്ലാരിറ്റി ഫ്രെയിംവർക്കാണ്. ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഇതിൽ മഹ്റജ് മസിൽ ട്രെയിനിങ്ങുകൾ ഉണ്ട്, ലെറ്റർ ബൈ ലെറ്റർ കറക്ഷൻ ഉണ്ട്, സ്മൂത്ത് റെസിറ്റേഷൻ ബിൽഡർ ഉണ്ട്. ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം.
ഈ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാലാമത്തെ ഒരു കാര്യമാണ് തജ്വീദ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. ലെറ്റർ ബൈ ലെറ്റർ ആണ് ഇതിനെ കറക്ഷൻ ചെയ്യുന്നത്. ഇത് സാധാരണഗതിയിലുള്ള ജനറൽ ആയിട്ടുള്ള മദ്രസ ക്ലാസ്സിനേക്കാൾ വേഗത്തിൽ ഫലങ്ങൾ നൽകും. എങ്ങനെയാണ് ഫലം കാണിക്കുക? കുറച്ച് ആഴ്ചക്കുള്ളിൽ തന്നെ കുട്ടി വ്യക്തമായി വായിക്കും. ഈ ഒരു മെത്തേഡിലൂടെ അക്ഷരങ്ങൾ ഒഴിവാക്കുന്നത് നിർത്തും, സ്കിപ്പ് ചെയ്യുന്നത് നിർത്തും. ഓരോ അക്ഷരവും ശരിയായി കുട്ടി ഉച്ചരിക്കും. തജ്വീദിന്റെ നിയമങ്ങൾ ആത്മവിശ്വാസത്തോടെ പാലിച്ചു ഓതും. കുഴക്കാതെ സ്മൂത്തായിട്ട് വായിക്കും. ചില കുട്ടികളൊക്കെ പൊട്ടാറ്റോസ് വായക്കിട്ടത് പോലെ ഉളു ഉളു ചിരി വായിക്കാറുണ്ട്. ആറാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, സോഷ്യൽ പ്രൂഫ് നമുക്കുണ്ട്. കാരണം കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് ഇതുപോലെയുള്ള കുട്ടികളെ നിരന്തരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ സോഷ്യൽ പ്രൂഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു പ്രോഗ്രാം നിങ്ങളെ കുട്ടികൾക്ക് വളരെ അഭികാമ്യവും ഭാഗ്യവശാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസൈൻ ചെയ്തതുമാണ് ഈ ഖുർആൻ ക്ലാരിറ്റി ഗോൾഡ് പ്രോഗ്രാം. ഇതിൽ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളത്? 1-to-1 കറക്ഷൻ സെഷൻ ഉണ്ടാവും. ദിവസേന 5 മിനിറ്റ് ഡ്രിൽ വർക്ക്ഷോപ്പുകൾ നടത്തും. ആഴ്ചയിൽ ഒരു ദിവസം ലൈവായിട്ട് സെഷനുകൾ ഉണ്ടാവും. അതിൽ കാര്യങ്ങൾ പറഞ്ഞു തരും. സ്കോറിങ് നമ്മൾ പ്രഖ്യാപിക്കും. ഓഡിയോ ഫീഡ്ബാക്ക് ഡെയിലി ബേസിൽ നമ്മൾ അപ്ഡേഷൻ കൊടുക്കും. ഒരു പാരൻറ്റിൻ്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടാവണമെന്ന് നമ്മൾ പഠിപ്പിക്കും. എന്നാൽ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും നിങ്ങളെ പുരോഗതിക്കനുസരിച്ചിട്ട്. അങ്ങനെയെങ്കിൽ ആക്ഷൻ എടുക്കാൻ റെഡി ആയിട്ടുള്ള ഓരോരുത്തരെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഈ അവസരം നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും ചെറിയ രീതിയിൽ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത്, ഇതിന് വേണ്ടിയിട്ട് നിങ്ങളും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് നിങ്ങളൊന്ന് കൂടെ നിന്നാൽ, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ മക്കൾ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ അള്ളാഹു സഹായിച്ച് നമ്മുടെ മക്കൾ നല്ല കുട്ടികളായി നല്ല സ്മൂത്തനായിട്ട് ഒഴുക്കോട് കൂടിയിട്ട് വിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരു രംഗം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. കബറാളികൾക്ക് മുന്നിൽ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളെ മക്കൾ മുന്നിൽ നിന്നിട്ട് പാ ഉമ്മ ഞാൻ ഓതാ എന്ന് പറഞ്ഞിട്ട് മുന്നിൽ വരുന്ന ആ മൊമെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകൾ ഓരോന്നും റെക്കോർഡ് വീഡിയോസാണ്. ചെറിയ ചെറിയ ടാസ്കുകളാണ് തരിക. ലൈവായിട്ടുള്ള സെഷനുകൾ മുൻകൂട്ടി തന്നെ അറിയിക്കും. ആ സെഷനുകൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ഓരോ ടാസ്കും അതിൻ്റെ പ്രാധാന്യത്തോട് കൂടിയിട്ട് മുന്നും പിന്നും നോക്കാതെ ഒരേ ഫോക്കസിൽ ഞാൻ പറയുന്ന രീതിയിൽ 21 ദിവസം നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ശ്രദ്ധിക്കുക, പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പൂർണ്ണമായിട്ട് സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. അനുസരിച്ച് മുന്നോട്ട് പോയി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വർക്ക് ബുക്കുകൾ ഉണ്ടാവും, കറക്റ്റായിട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഉദ്യമങ്ങളെ സ്വീകരിക്കട്ടെ. നമ്മുടെ മക്കളെ സപ്പോർട്ട് ചെയ്യാൻ രക്ഷിതാക്കളെ നിലക്ക് നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.